നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സംഗതിയാകെ ട്വിസ്റ്റായിട്ടാണ് കാര്യം. റയൽ മാഡ്രിഡ് ഇങ്ങനെ റോഡ്രിയുടെ കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, റോഡ്രി ഇങ്ങോട്ട് മാത്രമേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. എന്നിട്ട് വിനി ജൂനിയറുടെ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ ഉറപ്പിക്കാൻ വേണ്ടി പോയ തക്കത്തിന് ബാഴ്സലോണ കയറി പണി കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്താണെന്നറിയോ സംഭവിച്ചിരിക്കുന്നത്? ബാഴ്സ സിറ്റിയോട് പറഞ്ഞിരിക്കുന്നു, റയൽ എന്ത് തരുമോ അത് ഞങ്ങളും തരാം, ഞങ്ങൾക്ക് തന്നേക്ക് റോഡ്രിയെ. അപ്പോൾ തീരുമാനം ആരെടുക്കണം? റോഡ്രി എടുക്കണം. എന്നിട്ട് റോഡ്രിയെ കോൺടാക്ട് ചെയ്തിരിക്കുന്നു. റോഡ്രിയുടെ ക്യാമ്പിനോട് കോൺടാക്ട് ചെയ്ത് ചർച്ചയൊക്കെ നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വിടുന്നു ദി അത്ലറ്റിക്. പോൾ ബല്ലൂസും മരിയോ കോർട്ടഗാനയും ചേർന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യം. അതിലവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബാഴ്സലോണ ആർ എക്സ്പ്ലോറിംഗ് ഡീൽ ടു സൈൻ മാഞ്ചസ്റ്റർ സിറ്റി മിഡ്ഫീൽഡർ റോഡ്രി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, നെഗോസിയേഷനുമായി ബന്ധപ്പെട്ട് അടുത്ത സോഴ്സിൽ നിന്ന് അവർക്ക് വളരെ കൃത്യമായിട്ട് ലഭിക്കുന്ന വിവരം, ബാഴ്സ ഹാവ് ഹെൽഡ് ടോക്സ് വിത്ത് ദി പ്ലെയേഴ്സ് ക്യാമ്പ് ഓവർ ദി കണ്ടീഷൻസ് ഓഫ് പൊട്ടൻഷ്യൽ ഡീൽ. അല്ല, ഈ മരിയോ കോർട്ടഗാനയൊന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള വിശ്വാസക്കുറവുമില്ല. പക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഫബ്രീസിയോ പറഞ്ഞാലേ വിശ്വാസമാവും എന്നുള്ള കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഫബ്രീസിയോ പറഞ്ഞ കൂടി പറയാം. ഫബ്രീസിയോയുടെ റിപ്പോർട്ട്, അത് ഇവരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണെന്നുള്ളത് വ്യക്തമാണ്. അദ്ദേഹം പറയുന്നു, ദി ഡിസിഷൻ വിൽ ബി കംപ്ലീറ്റ്ലി അപ് ടു റോഡ്രി ആസ് റയൽ മാഡ്രിഡ് ആൻഡ് ബാഴ്സലോണ ബോത്ത് റെഡി ടു പേ സിമിലർ ട്രാൻസ്ഫർ ഫീ ടു സിറ്റി. അതെടുക്കണം. എന്താ അത് തന്നെ, എന്താണോ റയൽ മാഡ്രിഡ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതേ തുക തന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കൊടുക്കാമെന്ന് ബാഴ്സലോണയും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി തീരുമാനമെടുക്കേണ്ടത് റോഡ്രിയാണ്. റോഡ്രി റയൽ മാഡ്രിഡുമായിട്ട് കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് റയൽ മാഡ്രിഡിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നെഗോസിയേഷനിലാണുള്ളത്. ബട്ട് ഫബ്രീസിയോയുടെ റിപ്പോർട്ടാണ്, ബട്ട് ബാഴ്സലോണ പൊസിഷൻഡ് ദംസെൽസ് ആസ് വെൽ വൈൽ മാഡ്രിഡ് ഡീൽ ഈസ് ഇൻ ഡൺ ഇറ്റ്. മാഡ്രിഡ് ഡീൽ ഇതുവരെ നടക്കാത്തതുകൊണ്ട് ഈ ഒരു സമയത്ത് ബാഴ്സലോണയും അതുപോലെ പൊസിഷൻഡാണ്. റോഡ്രിയെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ ബാഴ്സലോണയും ഓൾമോസ്റ്റ് സെയിം ലെവലിൽ തന്നെ നിൽക്കുന്നു എന്ന് ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഫബ്രീസിയോ മറ്റൊരു ട്വീറ്റ് കൂടി ഇടുന്നു, ബാഴ്സലോണ റോഡ്രിയുടെ ക്യാമ്പുമായി ഒരു കോണ്ടാക്റ്റ് നടത്തിയിട്ടുണ്ട് ആൻഡ് ഓൾസോ വിത്ത് മാഞ്ചസ്റ്റർ സിറ്റി അബൌട്ട് പോസിബിൾ മൂവ്. റയൽ മാഡ്രിഡ് സിറ്റിയുമായിട്ട് കുറച്ച് ആഴ്ചകളായിട്ട് ചർച്ചയിലാണ്, പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി ഇതുവരെ ഇമ്മീഡിയറ്റ്ലി അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. മോർ ക്ലബ്ബുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ്. അത് അവരുടെ തന്ത്രം, അവരുടെ കളി. കുറേ ക്ലബ്ബുകൾ കൂടി വന്നാൽ റോഡ്രിക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തിയാൽ എന്തുണ്ടാവും? ട്രാൻസ്ഫർ ഫീ കൂട്ടാം. ഇപ്പോൾ PSG താല്പര്യമുണ്ടെന്നൊക്കെ നേരത്തെ വാർത്ത ഉണ്ടായിരുന്നല്ലോ. എല്ലാവരും വരട്ടെ എന്ന് പറഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ സിറ്റി റയലിൻ്റെയും ബാഴ്സയുടെയും ഓഫർ ഒരുപോലെ അവരുടെ മുന്നിലെത്തി നിൽക്കുന്നു. അപ്പോൾ അവരെന്ത് പറയും? റോഡ്രി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ ഇപ്പോൾ ബാഴ്സയും റയലും ഒരുപോലെ നിൽക്കുന്നു. ഇനി തീരുമാനം റോഡ്രിയുടെ വകയാണ് വരേണ്ടത്. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.